എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചീര എടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഇല വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചീരയുടെ അതേ ഒരു ടേസ്റ്റിൽ വരുന്നൊരു തോരനാണ്. അപ്പോൾ നമ്മളൊരു പിടി ബീട്രൂട്ടിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. തണ്ടോട് കൂടിയിട്ടുള്ള ഇലയാണ്. പല കളറിലുള്ള ബീട്രൂട്ട് ഇലയാണ്. യെല്ലോയും അതുപോലെ തന്നെ പിങ്കുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒട്ടും തന്നെ മണ്ണ് ഇല്ലാതെ വേണം ഇത് കഴുകി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം യെല്ലോ ഒന്ന് അരിഞ്ഞെടുക്കാം. വളരെ ഗുണങ്ങളുള്ളതാണ് ബീട്രൂട്ടിൻ്റെ ലീവ്സ്. ബീട്രൂട്ടും വളരെ ഗുണങ്ങളുള്ളതാണ്. അങ്ങനെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഇലയും ഒക്കെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഇല മറ്റൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചിരകിയതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി മുളകായാലും നല്ലതാണ്. അതൊന്ന് പൾസ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. തോരനരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്ന് പൾസ് ചെയ്തെടുക്കുകയേ ചെയ്യാറുള്ളൂ. ഒരുപാട് അരിഞ്ഞു പോയാൽ തോരൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ തണ്ട് അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. അതിന് വേവ് കൂടുതലായതുകൊണ്ടാണ് അത് അടിയിൽ നമ്മൾ ഇടുന്നത്. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല കൂടി ഇട്ട് കൊടുക്കാം. ചീരത്തോരന് നമ്മൾ എപ്പോഴും ഉപ്പ് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ചീര വാടുന്നതിന് മുൻപ് ഒരുപാട് തോന്നിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മളതൊന്ന് വാടിയിട്ട് വേണം ഉപ്പ് ഇടാനായിട്ട്. മുകളിലായിട്ട് ഇലയും വെച്ച് കൊടുത്തു. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കാതെയാണ് വേവിക്കുന്നത്. അടച്ചു വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തുറന്ന് ചെറുതീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഈ അരപ്പിലേക്ക് താഴെ നിന്നുള്ള ആവിയൊക്കെ കയറിയിട്ട് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അരപ്പ് ഇങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചീരയാണ് ഈ ബീട്രൂട്ടിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പം ഇത് കിട്ടുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്ന ചീരയും പച്ചച്ചീരയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഉള്ളവർക്ക് ചുവന്ന ചീര കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ബീട്രൂട്ടിൻ്റെ ലീവ്സ് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീട്രൂട്ട് ലീവ്സ് ഇല്ലാത്തവർ സാധാരണ ചീര വെച്ചിട്ടും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്